അയിത്തം എന്ന വലിയ തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് മനുഷ്യനൊന്നാണെന്നും സാമൂഹിക നീതി എന്നൊരു കാര്യമുണ്ടെന്നുമൊക്കെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിളിച്ചു പറഞ്ഞ ഒരു ഐതിഹാസിക സമരമായി തന്നെ വൈക്കം സത്യാഗ്രഹത്തെ നമുക്ക് കാണാവുന്നതാണ്. അയിത്തോച്ചാടന പ്രസ്ഥാനത്തിലെ ആദ്യത്തെ ഐതിഹാസിക സമരമായിട്ട് കൂടി വൈക്കം സത്യാഗ്രഹത്തെ കണക്കാക്കാം. ഈ വീഡിയോയിലൂടെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. വൈക്കം ശിവക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിൽ 100 മീറ്റർ അകലെ അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ബോർഡുണ്ടായിരുന്നു. ചിലർ നിർവചിച്ചു വച്ചിരുന്ന അയിത്ത ജാതിക്കാരായ അവർണ ഹിന്ദുക്കൾക്ക് ഈ വഴിയിലൂടെ നടക്കാനൊന്നും അവകാശമുണ്ടായിരുന്നില്ല. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകളിൽ അവർണ ഹിന്ദുക്കൾക്ക് കൂടി സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നതായിരുന്നു സമരക്കാർ ഉന്നയിച്ച ആവശ്യം. TK മാധവന് പുറമെ KP കേശവമേനോൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, CV കുഞ്ഞിരാമൻ, K കേളപ്പൻ തുടങ്ങി സമുന്നതരായ മറ്റു നേതാക്കന്മാരും വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുകയുണ്ടായി. സമരത്തിന് പിന്തുണയേകിയ സവർണ ഹിന്ദുക്കൾ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സവർണ ജാഥ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വലിയൊരു സംഭവം തന്നെയായിരുന്നു. 1924 നവംബർ 1 വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പദയാത്ര സംഘടിപ്പിച്ചു. ഇതേ സമയം നാഗർകോവിലിൽ നിന്നും ഒരു ജാഥ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയും ഒരു വലിയ പൊതുസമ്മേളനം നടക്കുകയുമുണ്ടായി. പിന്നീട് 1924 നവംബർ 13 മന്നത്ത് പത്മനാഭൻ്റെയും ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുടെയും നേതൃത്വത്തിലുള്ള സംഘം റീജന്റ് മഹാറാണി സേതുലക്ഷ്മിഭായിയെ കാണുകയും 25,000-ഓളം സവർണർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുകയും ചെയ്തു. വൈക്കം ക്ഷേത്രത്തിൻ്റെയും മറ്റ് ക്ഷേത്രങ്ങളുടെയും ചുറ്റുമുള്ള വഴികൾ എല്ലാവർക്കുമായി തുറന്നുകൊടുക്കണമെന്ന അഭ്യർത്ഥനയായിരുന്നു അതിലുണ്ടായിരുന്നത്. കാലക്രമേണ ക്ഷേത്രപ്രവേശനത്തിന് അനുകൂലമായി പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ വൈക്കം സത്യാഗ്രഹവും സവർണ ജാഥയും അത്യന്തം പ്രയോജനകരമായി എന്ന് പറയാവുന്നതാണ്. കാലങ്ങളായി തുടർന്നു പോരുന്ന വ്യവസ്ഥിതിയെ ചിലർ ഗൂഢലക്ഷ്യങ്ങളോടെ തകർക്കാൻ നോക്കുകയാണെന്നും കൂടാതെ അമ്പലത്തിന് ചുറ്റുമുള്ള വഴികൾ സ്വകാര്യ വഴികൾ ആണെന്നുമൊക്കെയാണ് പ്രവേശനത്തിനെ എതിർത്ത സവർണ വിഭാഗം പറഞ്ഞുകൊണ്ടിരുന്നത്. വൈക്കം സത്യാഗ്രഹം 600 ദിവസത്തിലധികം, അതായത് 20 മാസക്കാലം നീണ്ടു നിൽക്കുകയുണ്ടായി. ആദ്യം അറസ്റ്റുകളും പിന്നീട് ദൂരെ തന്നെ ബാരിക്കേഡുകളും മറ്റും വച്ച് അതിനെ തടയുന്ന നടപടികളും പോലീസ് കൈക്കൊണ്ടു. അതിനെ നിരാഹാര സമരത്തിലൂടെയാണ് സമരക്കാർ എതിരിട്ടത്. പോലീസ് മാറിയപ്പോൾ സവർണ കയ്യൂക്കുകളും സമരത്തെ നേരിടുകയുണ്ടായി. എന്നാൽ സമരത്തെ തകർക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാളിയെന്ന് മാത്രമല്ല, സമരക്കാരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കാൻ കൂടുതൽ ജനങ്ങളും മറ്റും എത്തിയതോടെ സമരം കൂടുതൽ കലുഷിതമായി. സത്യാഗ്രഹികൾ അറസ്റ്റിനും മർദ്ദനത്തിനും നിരന്തരം ഇരയായി. ശ്രീനാരായണ ഗുരുവും EV രാമസ്വാമി നായിക്കരും പഞ്ചാബിൽ നിന്ന് അകാലികളും വൈക്കത്തെത്തി. സമരം കൂടുതൽ ജനശ്രദ്ധയാകർഷിച്ചു. സാക്ഷാൽ മഹാത്മാഗാന്ധി വരെ വൈക്കത്തെത്തി. ഹിന്ദു മതത്തിലെ തീരാക്കളങ്കം അയിത്തമാണെന്നറിയുന്ന ഗാന്ധിജി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നതിന് എല്ലാവിധ പിന്തുണയും നൽകിയിരുന്നു. അയിത്തത്തിനെതിരെ ഹിന്ദുക്കളുടെ മനസ്സറിയാനുള്ള വേദിയായിട്ട് കൂടി ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തെ കണ്ടു. അതുകൊണ്ട് കൂടിയാണ് കേരളത്തിലെ ഹിന്ദുക്കൾ മാത്രമായി വൈക്കം സത്യാഗ്രഹം നടത്തണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന് മുന്നേ തന്നെ KP കേശവമേനോന് ഗാന്ധിജി നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. സത്യാഗ്രഹത്തിൻ്റെ ഓരോ ഘട്ടവും സസൂക്ഷ്മം നിരീക്ഷിച്ച ഗാന്ധിജി 1925 മാർച്ച് 8 എറണാകുളം വഴി വൈക്കത്തെത്തുകയുണ്ടായി. ഈ അവസരത്തിൽ ഗാന്ധിജി ശ്രീനാരായണ ഗുരു, തിരുവിതാംകൂർ ഭരണാധികാരി റീജന്റ് മഹാറാണി സേതുലക്ഷ്മിബായി എന്നിവരെയൊക്കെ സന്ദർശിക്കുകയുമുണ്ടായി. ഒടുവിൽ മഹാത്മാഗാന്ധിയുടെ അടക്കം ഇടപെടലിനെ തുടർന്ന് സമരം 1925 വിജയകരമായി പര്യവസാനിച്ചു. വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള നിരത്തുകൾ ജാതി വ്യത്യാസമന്യേ എല്ലാ ഹിന്ദുക്കൾക്കുമായി തുറന്നു കൊടുക്കപ്പെട്ടു. അവർണ ഹിന്ദുക്കൾക്ക് വൈക്കത്ത് കിട്ടിയ ഈ സ്വാതന്ത്ര്യം തിരുവിതാംകൂറിലെ മറ്റു ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ഉടനെ ലഭിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴ, തിരുവാർപ്പ്, ശുചീന്ദ്രം തുടങ്ങിയ കേന്ദ്രങ്ങളിലെ ക്ഷേത്രനിരത്തുകളിലും അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാൻ സമരങ്ങളുണ്ടായി. ആകെ തുകയായി 1928 തിരുവിതാംകൂറിൽ എല്ലാ ക്ഷേത്രനിരത്തുകളും ജാതി പരിഗണന കൂടാതെ സമസ്ത ഹിന്ദുക്കൾക്കായി തുറന്നു കൊടുക്കുകയുണ്ടായി. അയിത്തം എന്ന കളങ്കത്തിനെതിരെയും സാമൂഹികമായ ഒരു മാറ്റത്തിനുമൊക്കെ വൈക്കം സത്യാഗ്രഹം കാരണമായി എന്ന് എടുത്തു പറയാവുന്നതാണ്. ആ സാമൂഹിക മാറ്റങ്ങളുടെ തുടക്കമിട്ടുകൊണ്ട് ഐതിഹാസിക സമരമായി മാറിയ വൈക്കം സത്യാഗ്രഹം കേരളത്തിൻ്റെ ചരിത്രത്തിൽ എന്നും എഴുതപ്പെട്ടിരിക്കുന്നു.